ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ കുറച്ച് ദൂരം ബഹ്റൈൻ്റെ ഒരു ഏകദേശം കുറേ ദൂരം ബഹ്റൈൻ്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ മാറി ഫാക്ടറി ഏരിയ, അതുപോലെ തന്നെ ഇവിടുത്തെ ജയിലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ പോകുന്നത് ദൂരത്ത് ബഹ്റൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. പേര് പോലെ തന്നെ ഒരുപാട് ദൂരെയാണ് കേട്ടോ അത്. അപ്പോൾ ആ പോണ സ്ഥലങ്ങളിൽ നമുക്ക് കുറേ ഫാക്ടറീസ് കാണാം. വേൾഡിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ അലുമിനിയം ഫാക്ടറി അൽബ എന്ന് പറഞ്ഞൊരു ഫാക്ടറി കാണാം. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഈ ബഹ്റൈനിൽ വാങ്ങുന്ന നാദ പാല്, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ അതിൻ്റെ, അങ്ങനെ കുറേ കമ്പനീസ് നമ്മളിവിടെ തന്നെ യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത് ഗ്യാസ് പ്ലാന്റ് ആണ്. ഇത് എല്ലാവരും ഒന്ന് കണ്ടു. നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഫാക്ടറി എന്ന് പറയുന്നത്. അലുമിനിയം ഫാക്ടറീസ്, അതുപോലെ തന്നെ റിഫൈനറി ഫാക്ടറീസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മരുഭൂമി പോലെ രണ്ട് സൈഡിലും മരുഭൂമി പോലെ തന്നെ മണൽ അതേപോലത്തെ ഒരു മണ്ണൊക്കെ ആയിട്ട് ശരിക്കും കണ്ട ഡെസേർട്ട് പോലെ ഫീൽ ചെയ്യുന്ന ആളൊക്കെ ഒഴിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലും നമുക്ക് ഈ റിഗ് ഇല്ലേ, ഓയിൽ ഇങ്ങനെ ഡിഗ് ചെയ്യുന്ന കുറേ മെഷീൻസൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, രണ്ട് സൈഡിലും ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിയൊന്നും ഇല്ല. ഈ ഭാഗത്തേക്ക് അല്ലെങ്കിലും കുറവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ സ്വന്തം റോഡ് പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ആരും ഇല്ല റോഡിൽ, നല്ല ഫ്രീ ആയിട്ട് തന്നെ. ഇതിപ്പോൾ ഒരു നോയമ്പ് സമയം കൂടി ആയിരുന്നു കേട്ടോ. റമദാൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രീ ആയിട്ട് റോഡ് ഞങ്ങൾക്ക് തന്നെ ഫ്രീ ആക്കി തന്ന പോലെ പോയി. ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അലുമിനിയം ഫാക്ടറി. പിന്നെ ഇവിടെ കുറേ വിൻഡ് മില്ല് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, അടുത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിങ്ങനെ ദൂരേന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അടുത്തുനിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. ഇതാണ് ദൂരെ നിന്നുള്ള ആ ഒരു ഫാക്ടറിയുടെ പിക്ചർ കേട്ടോ. കുറേ ഏക്കർ കണക്കിന് ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഈ ഫാക്ടറി. ആൽബ എന്നാണ് കേട്ടോ ഈ ഫാക്ടറിയുടെ പേര്. അലുമിനിയം ഫാക്ടറി വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അലുമിനിയം ഫാക്ടറിയാണ്. നമുക്ക് എല്ലായിടത്തേക്കും സപ്ലൈ വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ആൽബ എന്നാണ് പേര്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ദൂരം ഇതേപോലെ തന്നെയാണ്. രണ്ട് സൈഡും വേക്കൻ്റായിട്ട് ഇങ്ങനെ ആളോ ബിൽഡിങ്ങോ ഒന്നും ഇല്ലാണ്ട് ഇടയ്ക്ക് ഓരോ ഫാക്ടറികൾ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാവ്ലോക്കിൻ്റെ ഗോഡൗൺ പോലത്തെ ഫാക്ടറി പോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നമുക്ക് പേര് കേൾക്കുന്ന ബഹ്റൈനിലൊക്കെ കേൾക്കുന്ന കുറേ ഫാക്ടറീസ് ഈ ഭാഗത്താണ് കേട്ടോ സെറ്റിൽ ചെയ്ത് വെക്കണേ. പിന്നെ അതേപോലെ തന്നെ ഈ ഫാക്ടറികൾക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഫാക്ടറിയേക്കാളും ഏരിയ എടുത്തിട്ട് ആ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്യാനായിട്ട്. അത്രയും ഫാക്ടറീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല വിശാലമായൊരു കാർ പാർക്കിങ്ങും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് ദൂരെ കാണാനില്ല, ഒരു മെഷീൻ പോലെ ഒരു റിഗ്. ഇതെവിടെ നിന്നാണ് കേട്ടോ നമുക്കിങ്ങനെ ഓയിൽ റിഗ് ചെയ്തെടുക്കണേ. ഇങ്ങനെ ഇപ്പോൾ ഈ ഏരിയയിൽ പല സ്ഥലത്തും ഇങ്ങനെ അതൊരു പ്രോസസ്സാണ്. അതിങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് തന്നെ അതിങ്ങനെ ഡിഗ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മളിത് ഈ വലിയ ബ്രിഡ്ജ് നല്ല ഹൈയിലാണ് കേട്ടോ, ഹൈറ്റിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോണത് ജാവ ജയിലാണ്, ബഹ്റിനിലെ ഏറ്റവും വലിയ ജയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മുടെ കാറ് ഈ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് അവിടെ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൂടാരം പോലെ ഏർമാടം പോലെ കെട്ടിയിട്ട് അതിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇത്തിരി നേരം കൂടി ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒരു 2 മിനിറ്റ്സ് കാർ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരും, എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ട്. നമുക്കിതിൽ പോകണോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ വെയിറ്റിങ്ങോ അങ്ങനെ ഒന്നും പാടില്ല. അപ്പോൾ അധികം നമ്മൾ ക്ലോസിലേക്ക് പോയിട്ടില്ല, വീഡിയോസ് എടുക്കാനും അലൗഡ് അല്ലാതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ, ഞാൻ ദൂരെ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ കറങ്ങി വേറെ ഒരു ഫാക്ടറി ഏരിയയിലേക്ക് കടന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ നോർമലി നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ എന്താ പറയുക, നമ്മുടെ പഴയ റൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ആ ഫാക്ടറി ഏരിയ ഒക്കെ കടന്ന് നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇറങ്ങി കയറി നമ്മളിങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം കുറേ ദിവസങ്ങളെടുത്ത് കാണാൻ മാത്രമുള്ള ഫാക്ടറീസ് ഈ ഭാഗത്തുണ്ട്. പിന്നെ പാലിൻ്റെ ഫാക്ടറീസ്, അതുപോലെ തന്നെ അലുമിനിയം ഫാക്ടറി, ഇതൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പെർമിഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഏരിയയാണ്. ഫീൽഡ് ട്രിപ്പൊക്കെ പോകാനായിട്ട് പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഗ്യാസ് റിഫൈനറീസ് ഉണ്ട്, ഓയിൽ റിഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്കൊന്ന് പോയി കാണാനായിട്ട്. ഇനി ആവട്ടെ, അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നമുക്കിങ്ങനെ പെർമിഷനൊക്കെ പോയിട്ട് എടുത്ത് പോയി കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, എന്തോരം ഏരിയ അങ്ങനെ കിടക്കണേ, ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ ഇങ്ങനെ ഫാക്ടറീസ്. അത്രയും അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.